ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസം 7 മുതൽ 13 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് സാമ്പത്തികമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മുൻകോപം പിടിവാശി കഴിയുന്നതും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാകും. ഐശ്വര്യവും അഭിവൃദ്ധിയും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും. കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശയാത്രയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് വളരെ നന്നായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഗൃഹത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. മഹാസ്പർശനയന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രവിക്കാനിട വരും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കർക്കിടകരാശി പുണർത്തിൻ്റെ അവസാനത്ത് 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള പലവിധത്തിലുള്ള അഭിവൃദ്ധിയും ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. പ്രത്യേകിച്ച് കലാപരമായിട്ടെന്ന് പറയുമ്പോൾ സിനിമ, സംഗീതം, നാടകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവാർഡുകളോ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർപ്പപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥതകളോ ജോലിഭാരം വർദ്ധിക്കാനോ തൊഴിൽപരമായിട്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ദൂരയാത്രകളൊക്കെ അനുഭവപ്പെടും. കുറച്ച് അലച്ചിലും ബുദ്ധിമുട്ടും ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ്. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് വളരെ നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് പ്രശസ്തിയൊക്കെ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യ വിരഹമോ സുഖക്കുറവോ ഇടയ്ക്ക് അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. ഉദരരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി.
തുലാരാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ അലച്ചിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. സന്താന ഗുണം അനുഭവപ്പെടും. മനസ്സിന് സുഖവും സന്താനലബ്ധിക്കും സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ മനസ്സിന് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കർമ്മസംബന്ധമായിട്ട് നന്നായിരിക്കും. മാതൃപിതൃ ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനീഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. പല വിധത്തിലുള്ള ധനലാഭം ഈ വാരത്തിലുണ്ടാകും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകൂട്ടി പണം ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടകശനി കാലമാണ്. ഗൃഹസംബന്ധമായിട്ടുള്ള ധനനഷ്ടങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂല സമയമാണെങ്കിലും വാഹനം വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സമയവും നല്ല മുഹൂർത്തമൊക്കെ നോക്കി മാത്രം വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഭാഗ്യ നമ്പർ, ഭാഗ്യ നിറം, ഭാഗ്യ തീയതി ഇതെല്ലാം മനസ്സിലാക്കി വേണം സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാൻ. കൃത്യമായിട്ടും ഇൻഷുറൻസും എല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കി വേണം വാങ്ങിക്കുക. കാരണം ഇൻഷുറൻസ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും അല്ലെങ്കിൽ അത് തീർന്നതിന് ശേഷവും വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടകശനി കാലമാണ്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ അല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോവുക. ശനിയന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യനില മെച്ചമായിരിക്കും. ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുമെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതു ഈ വാരം നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാകും. വളരെ നാളുകളായിട്ട് അകന്നു നിൽക്കുന്ന ദമ്പതികൾക്ക് യോജിച്ചു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളെ വിട്ടു നിൽക്കുന്നവർക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ടും സന്താനങ്ങളാലും മനസ്സമാധാനവും സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതു ഈ വാരം നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടാഴിയുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഏഴരശനി കാലമാണെങ്കിലും ഈ വാരം നന്നായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് വളരെ നല്ലതാണ്. ആരോഗ്യപരമായിട്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ശനിപ്രീതി വരുത്തുക. ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. പഞ്ചാക്ഷരി മന്ത്രം പതിവായിട്ട് ജപിക്കുക. ദോഷങ്ങൾ മാറിക്കിട്ടാൻ ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത്, ശബരിമല ക്ഷേത്ര ദർശനം എന്നൊക്കെ വളരെ അനുകൂലമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. മീനൻ രാശി പൂരിട്ടാഴിയുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അലച്ചിലോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേദനയോ നടുവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് നന്നായിരിക്കും. ബന്ധുജന വിരോധം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂല സമയമാണ്. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതാണ്. ധനനഷ്ടം വരാതിരിക്കണം. ഏതെങ്കിലും വിധത്തിൽ ധനലാഭം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വസ്തുവൊക്കെ വിറ്റിട്ട് ധനം വരുന്ന സമയത്ത് ആർക്കും കടം കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇപ്പോൾ വീടൊക്കെ വിൽക്കുകയോ അല്ലെങ്കിൽ സ്ഥലം വിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏഴരശ്ശേരി സമയത്ത് അത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നഷ്ടപ്പെടുന്നതിന് കുഴപ്പമില്ല. ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ വീട് വിറ്റ് കഴിഞ്ഞ് പണമൊക്കെ വരുമ്പോൾ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ കടം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൊടുത്താൽ പിന്നെ ഏഴരശ്ശനി ആയതുകൊണ്ട് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്ര പൂർണ്ണമായിട്ടും രാത്രി യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ പരിചയമില്ലാത്ത യാത്രകൾ ഇപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് സ്കൂട്ടറോ അതുപോലെ ആകുമ്പോൾ പുറകുവശത്ത് വേറെ വഴിയിൽ കാണുന്ന ആൾക്കാരും കയറ്റി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്കൂട്ടറിനൊക്കെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകെ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അപകടം പറ്റുന്നത്. അപ്പോൾ അവസാനം നമ്മൾ പല വിധത്തിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോവുക. ശനി യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.